ഹായ് വ്യൂവേഴ്സ്, അജയ് തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ പെട്ടെന്ന് ഒരാഴ്ച ലീവിന് നാട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മൾ റെഡിയായി. വൈകിട്ട് ഇവിടുന്ന് ഒരു ട്രെയിന് ഡോണ്ട് വരെ ഉണ്ട്. അവിടുന്ന് പിന്നെ രാത്രി 1 മണിക്കാണ് ട്രെയിന്. അപ്പം അതിന് നമ്മൾ പോവാണ്. പോകുന്ന ദിവസം പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. അമ്മനഗറിൽ ഡോണ്ടിലോട്ട് പോകാനുള്ള ട്രെയിൻ എത്തി. അത് വൈകിട്ട് 6 മണിക്ക് 6:30 അപ്പോൾ അതിൽ കയറിയിട്ട് പിന്നെ നമ്മൾ ഡോണ്ടിൽ ചെന്നിട്ട് ഡോണ്ടിൽ 8:30 9 മണിയായപ്പോഴത്തേക്ക് ചെന്ന് പിന്നെ അവിടെ ഇരിക്കണമായിരുന്നു. രാത്രി 1 മണിക്കായിരുന്നു ട്രെയിൻ. പിന്നെ അത്രയും നേരം ടൈം പാസ് ചെയ്യണമായിരുന്നു. ഉറങ്ങാനൊന്നും ഇരുന്നുറങ്ങാനേ പറ്റത്തുള്ളായിരുന്നു. കിട്ടിയിരുന്നു പിന്നെ അങ്കിത്തിനെയൊക്കെ ടൈം പാസ് ചെയ്യുക. അവിടെ കൂടുതൽ മലയാളി ഉണ്ടായിരുന്നു. അന്നേരം അങ്കിള് അവന് ടൈമിങ് ചെക്ക് ചെയ്യുക, എത്ര സമയം കൊണ്ട് അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞ് പിന്നെ എന്തോ കസേരയിലൊക്കെ ചാരിയിൽ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെയൊക്കെ സമയം കളഞ്ഞ് അങ്ങനെ 1 മണി കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി വന്നത്. അങ്ങനെ നമ്മൾ ലഗേജും ഒക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ട് പിന്നെ എങ്ങനെയെല്ലാം കയറി കിടന്ന് ഉറങ്ങണം. അങ്ങനെ പെട്ടെന്ന് പിന്നെ അവസാനം എല്ലാം വിളിച്ച് കെട്ടിയിട്ട് അകത്ത് കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ എല്ലാവരും രാത്രി സമയം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. നമ്മുടെ സീറ്റൊക്കെ നമ്മൾ തയ്യാറാക്കി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ 8 മണിയൊക്കെ ആയപ്പോൾ 8 മണിയായപ്പോൾ എണീറ്റ് കുളിച്ചാകട്ടെ എല്ലാവരും പല്ലൊക്കെ തേച്ചു. നമ്മൾ രാവിലെ എണീറ്റിരിക്കുക, പല്ല് തേക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് പള്ളി വെക്കാൻ പോകണം. പിന്നെ ഉറക്കം പല്ലേക്കാൻ പോവാ. അങ്ങനെ എല്ലാവരും ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഓംലേറ്റും ആയിരുന്നു. അത് കഴിച്ച് എല്ലാവർക്കും ഓരോന്ന് വാങ്ങിച്ച് എല്ലാവരും കഴിച്ചു. ബ്രെഡും ഓംലേറ്റും കിട്ടി. പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഇരുന്നാൽ പോരെ. പിന്നെ വെളിയിലോട്ട് വായി നോക്കി കാഴ്ചയൊക്കെ കണ്ടിരുന്ന്. എന്നിട്ട് ഒരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങ് നീണ്ടു കിടക്കുക. സ്റ്റേഷൻ ഏതാണെന്ന് പേരൊന്നും കണ്ടില്ല. അങ്ങനെ വീണ്ടും ചാടി അകത്ത് കയറി. പിന്നെ നമ്മൾ പുറത്തോട്ട് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ പുറത്തോട്ട് നോക്കിയിരുന്ന് പിന്നെ ട്രെയിനിനകത്ത് കയറി ചുമ്മാ ഇരിക്കുമല്ലേ. ട്രെയിനിനകത്ത് പോകുമ്പോഴേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയം. ഒരു പണിയില്ല, തിന്നുക ഉറങ്ങുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഒക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചുമ്മാ ഇരിക്കാൻ ലെഷർ ടൈം കിട്ടുന്നത് ഇഷ്ടം പോലെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴാണ്. തിന്നുക ഉറങ്ങുക. അങ്ങനെ പുറത്തോട്ട് നോക്കിയിരുന്ന് അപ്പോൾ ഒരു ലഗേജ് വണ്ടി, ഒരു ഗുഡ്സ് വണ്ടി വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന് വെച്ചാൽ അത് കുറച്ച് വീഡിയോ എടുത്ത് മേളിൽ കയറുന്നു, താഴെ ഇറങ്ങുന്നു. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കുന്നു. അങ്ങനെയൊക്കെ ഇന്ന് പിന്നെ പകൽ സമയം കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റി. രാത്രി താമസിച്ചല്ലേ കയറിയത്, അതുകൊണ്ട് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പകൽ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് വന്നു. ഫുഡിന് മുട്ട ബിരിയാണി ആയിരുന്നു. അത് നമ്മൾ 2 എണ്ണേ വാങ്ങിച്ചോളൂ. 2 എണ്ണം വാങ്ങിച്ച് നമ്മൾ 4 പേരൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു.
ഇപ്പോൾ പാൻട്രിയിലെല്ലാം ഉണ്ടാക്കുന്നത് പുറത്തുനിന്ന് ഓർഡർ എടുത്തിട്ട് പുറത്തുനിന്നുള്ളവർ ഉണ്ടാക്കി കൊടുക്കുന്ന പായ്ക്ക്ഡാന്ന് തോന്നുന്നു വരുന്നത് ഇപ്പോൾ ഫുഡ്. അതിനകത്ത് ഉണ്ടാക്കുന്നതെല്ലാം തോന്നുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ചെയ്തു, പുറത്തോട്ടും വായി നോക്കിയിരുന്ന്. അതിന് ശേഷം അപ്പം അബിക്കാണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള വർക്കൊക്കെ വന്നിട്ടുണ്ട്, ഹോംവർക്ക് ടീച്ചേഴ്സ് അയച്ചിട്ടുണ്ട്. ക്ലാസ് ലീവ് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം ആവും. അപ്പം നമ്മൾ ഏത് സ്റ്റേഷനാണ്? തിരുപ്പതി എത്തി. തിരുപ്പതി സ്റ്റേഷനെത്തി. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ടായിരുന്നു, അമ്പലത്തിലൊക്കെ പോകുന്നവർക്ക്. തിരുപ്പതി അമ്പലത്തിൽ പോകുന്നവരുണ്ടായിരുന്നു. നമ്മൾ വഴിപാടിന് പൈസയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെ അബി അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്കിത്തിനോട് പറയും, എടാ എടുത്തു വെച്ച് പഠിക്കണമെന്ന്. ഒന്ന് മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞിരിക്കുന്നു. എക്സാം നമ്മൾ ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് എക്സാമാണ്. ഇപ്പം സ്കൂളിൽ റിവിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുറത്ത് നോക്കിയപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകൾ, പച്ചപ്പും മലകളും ചെടികളും വെള്ളവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു പുറത്തോട്ട് നോക്കിയപ്പോൾ കാണാൻ. ഇതിപ്പം നമ്മൾ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ കൂടെയാണ്. ആന്ധ്രാപ്രദേശിലെ കൃഷിസ്ഥലങ്ങളെല്ലാം മാംഗോ കൃഷിയാണ് കാണുന്നത്. മാവെല്ലാം പൂത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അബി എൻ്റെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് പിന്നെ ഞാൻ അങ്കിത്തിന് കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തു, ചാപ്റ്ററൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് സമയം പോയി. നമുക്ക് മാവ് നിറച്ച് പൂത്ത് നിൽക്കുക. ഇനി കുറച്ച് ചൂട് സമയമാകുമ്പോഴത്തേക്കെല്ലാം മാങ്ങയാവും. നിറച്ച് പൂത്ത് നിൽക്കുന്ന എല്ലാം മാവിൻ തോട്ടം അത്. പിന്നെ വാഴയുണ്ട്, തെങ്ങുണ്ട്. എന്നാലും കൂടുതലും അതിനെയൊക്കെ അപേക്ഷിച്ച് മാവിൻ്റെ കൃഷിയാണ് കൂടുതൽ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നപ്പോൾ പുറത്തുനിന്ന് ഒരു ബുക്കൊക്കെ വിൽക്കുന്ന ആൾ വന്ന്. ഇവർ മഹാഭാരതവും ഭഗവത്ഗീതയും രാമായണമൊക്കെ വിൽക്കുന്നവർ. അങ്ങനെ നമ്മളൊരു ഭഗവത്ഗീത വാങ്ങിച്ച് അത് അബി കാണിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിനെ കുറിച്ച്, കുഞ്ഞായിട്ടിരിക്കുന്ന മുതൽ വലുതായി വാർദ്ധക്യാവസ്ഥയിലെത്തുന്നവരെ. അങ്ങനെ നമ്മൾ രാത്രിയിലെ ഫുഡൊക്കെ വന്ന് റൊട്ടിയും ചോറും സബ്ജിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്ത് രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങുമായിരുന്നു. അതിന് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ടിരിക്കുക. അബിയും പിന്നെ നമ്മളപ്പോൾ ഒരു ചായക്കാരൻ വന്നു, ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ നമ്മൾ ലഗേജെല്ലാം എടുത്ത് പുറത്തിറങ്ങി ഡോറിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇപ്പം കൊല്ലം സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലം സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ ഇറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ലഗേജെല്ലാം പറക്കിയിട്ട് അങ്കിത്തും അബി എല്ലാവരും തയ്യാറെടുത്ത് വയ്ക്കാൻ ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ കൊല്ലം സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിൻ കയറി ആവണീശ്വരത്തേക്ക് കയറി. അവിടെ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് വീട്ടിലോട്ട് പോയത്. അങ്ങനെ നമ്മൾ ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി.
അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തിച്ചേർന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.